ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയൊരു സർക്യൂട്ടാണ് ബയോണിക് ആം യൂസിങ് ഫ്ലെക്സ് സെൻസർ. അതായത് നമ്മൾ ഇതിനുവേണ്ടി നമ്മൾ ഒരു ഫ്ലെക്സ് സെൻസർ വെച്ച് നമ്മൾ ഒരു സെർവോ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാനാണ് പോകുന്നത്. ഓക്കെ, ഒരു ബയോണിക് ആമിന്റെ ഇതോടെ നമ്മൾ ഇതിന് എന്താ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് എടുത്തിരിക്കുന്നത്? ഒരു അർഡിനോയുടെ ഹെൽപ്പോടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ എടുത്തിട്ട് കമ്പോണൻസ് ഏതൊക്കെയാ നോക്കി, ഒരു അർഡിനോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൈക്രോ സെർവോ മോട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫ്ലെക്സ് സെൻസർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. റെസിസ്റ്റർ 10 കിലോ ഓം റെസിസ്റ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ സെർവോ മോട്ടറിന് 3 പിൻസ് ആണുള്ളത്. ഫസ്റ്റ് പിൻ ഗ്രൗണ്ട് ആണ്, അത് നമ്മൾ അഡ്നോഡ് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പിൻ എന്താ പറയുക, പവർ ആണ്, നമ്മൾ അഡ്നോഡ് 5 വോൾട്ടോട് കണക്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് പിൻ എന്ന് പറയുന്നത് നമ്മൾ അർഡിനോയുടെ ഡീറ്റെയിൽ പിന്നായ 6ലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലെക്സ് സെൻസറിന്റെ കണക്ഷൻ നോക്കാം. ഫ്ലെക്സ് സെൻസറിന്റെ രണ്ട് ടെർമിനൽസ് ആണുള്ളത്. അതായത് ഫസ്റ്റ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ 10 കിലോ ഓം ആണ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കുക ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർഡിനോയുടെ ഈ നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനലിൽ നിന്ന് വീണ്ടും ഒരു വയർ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് കൊടുത്തിരിക്കാന്ന് അറിയോ, അഡിനോട് അനലോഗ് പിൻ 0ലേക്ക് നമ്മൾ കൊടുത്തിരിക്കുക, A0ലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടെർമിനൽ, അതായത് നമ്മുടെ ഫ്ലെക്സ് സെൻസറിന്റെ അടുത്ത ടെർമിനൽ നമ്മൾ എവിടെ കണക്ട് ചെയ്തിരിക്കുന്ന അറിയോ, നമ്മുടെ 5 വോൾട്ട്, നമ്മൾ സെർവോ മോട്ടറിന് 5 വോൾട്ട് പവർ കൊടുത്തില്ല, അതേ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ കോഡ് നോക്കിയാലോ. കോഡ് കണ്ടോ, നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടൊരു കോഡാണ്. നമ്മൾ ഇത് വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ സർക്യൂട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയിട്ടുണ്ട്. എന്തിനാണെന്നോ, സീരിയൽ മോണിറ്ററിൽ വരുന്ന മാറ്റം കൂടി കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ സീരിയൽ മോണിറ്റർ. ഓക്കെ, നമുക്കിനി നമ്മൾ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത് നോക്കിയാലോ. സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നോക്കിക്കോ, വേരിയേഷൻ നോക്കിക്കോ. നമ്മൾ ഫ്ലെക്സ് സെൻസറിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ വാല്യൂ കുറയുന്നുണ്ട്, കണ്ടോ. സെർവോ മോട്ടറിന്റെ വാല്യൂ കുറയുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ കണ്ടോ, ഫ്ലെക്സ് സെൻസറിന്റെ ആംഗിൾ നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ സെർവോ മോട്ടറിന്റെ വാല്യൂ കുറയുന്നത് നമുക്ക് സീരിയൽ മോണിറ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും കൂട്ടി കൊടുക്കുമ്പോൾ അത് കൂടി വരുന്നതായിട്ട് നമുക്ക് സീരിയൽ മോണിറ്ററിൽ കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഈ സർക്യൂട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ സർക്യൂട്ട് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.